ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും അമ്മുക്കുട്ടിയും കൂടി ടെറസിൻ്റെ മുകളിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ കാരണം ഞങ്ങൾ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു, കിടന്നുറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ പോയിട്ട് ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ നോക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കോവലിൻ്റെ വള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം കോവയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ എല്ലാ ദിവസവും പറിക്കില്ല, ഒത്തിരി ആയിട്ട് നമ്മൾ പറിക്കും കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള കോവയ്ക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പറിക്കുന്നില്ല. അപ്പോൾ ചെടിയുടെ സ്ഥിതിയൊക്കെ, ചെടി അങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ദേ ഈ ഒരു താമരയ്ക്ക് ചെറിയൊരു വാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൽ വളം ഇട്ടായിരുന്നു കേട്ടോ. DAP എന്ന് പറഞ്ഞൊരു വളം ഞാൻ കുറച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ ഈ ഇല ഇങ്ങനെ മഞ്ഞച്ച് നിൽക്കണമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇടണേ, ഞാനൊരു വളവും ചെയ്യാറില്ല, ചാണകപ്പൊടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ആ വളം ഇട്ടതിന് ശേഷം കണ്ട ഇലയ്ക്കൊരു മഞ്ഞപ്പുണ്ട്, അതിൻ്റെ ആണെന്നറിയില്ല. പക്ഷേ പിന്നെ ഒരു സന്തോഷം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരകം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇത് ചെറുനാരങ്ങയാണ്. നമ്മൾ ഇതണ്ട ആമ്പൽ വിരിഞ്ഞു. അപ്പം അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് ചുരുങ്ങിപ്പോയിട്ടാ. പിന്നെ ഈ ചെടി കണ്ടോ, ഇത് ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന ചെടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊരു ചെടിയാണ്. കണ്ടോ, ഇതിനൊരു യെല്ലോ ഫ്ലവറാണ് കേട്ടോ. കണ്ടോ, പക്ഷേ ഇതുവരെ ബട്ടർഫ്ലൈ ഒന്നും വന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പം അതങ്ങനെ നിൽക്കുന്നു. ഇതൊരു ഫ്രൂട്ട് ഉണ്ടാവുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പം ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. ഇപ്പം അതിന് നല്ല വലിയ ഇലയൊക്കെ ആയിട്ട് ഈ സംഭവം കണ്ടോ. അയ്യോ, ഇത് മുള്ളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇത് ബഡ് ചെയ്തതിൻ്റെ ഇതെല്ലാം തോന്നുന്നു. ഇവിടെ ചെറിയ ഇലയാണ് ഇത്ര. പിന്നെ അത് ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു ചെടിയാണ് കേട്ടോ. നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് ശ്രീലങ്ക മുല്ല എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിനും വളം ഇട്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വേപ്പില, ഞങ്ങളിതിൽ നിന്നാണ് വേപ്പില പൊട്ടിക്കുന്നത്. കണ്ട, ഇതെൻ്റെ പെറ്റാണ്. ഞാൻ എപ്പോഴും വരും, ഇതിനോട് സംസാരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ നിത്യമുല്ല. ഇതും പൂവുണ്ടാവും കേട്ടോ, ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കണ്ടതേ ഒട്ടുണ്ട്, നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. അതിന് ചെടിച്ചട്ടിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതെൻ്റെ അമ്മുക്കുട്ടിയുടെ ഓറഞ്ചാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചെടിച്ചട്ടി ആ ഒരു ഡ്രമ്മിൻ്റെ ആ നിറയെ പുല്ലാണ്. ഇവിടെ പുല്ല് നമ്മൾ പുല്ല് പറിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പുല്ല് പറിച്ചതാണ്. ഒരാഴ്ച പോലും ആയിട്ടില്ല നട്ടിട്ട്, റീപ്ലാന്റ് ചെയ്തതായത്. പക്ഷേ നോക്കിയേ, വീണ്ടും അത് പുല്ലായി. ഇത് നോക്കിയേ, ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, ഇത് അരളിയാണെന്ന് തോന്നുന്നു. അരളി എന്ന് പറഞ്ഞു, പക്ഷെ അരളിയല്ല. എന്താണ് ഈ ചെടി എനിക്ക് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ അമ്പിച്ചേച്ചി തന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ പുല്ലൊന്നും പറിക്കാൻ പറ്റില്ല. കണ്ടോ, ഞാൻ ചെത്തിക്കളയാണ് ചെയ്യണത്. പെട്ടെന്ന് പുല്ല് പിടിക്കൂടെ. ഇതെന്താ ഇതിൻ്റെ എന്നറിയില്ല. പിന്നെ മാവ് നിറയെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. നിറയെ പൂത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ കണ്ടോ, നിറയെ പൂത്ത് നിൽക്കുക. പിടിക്കുമെന്ന് എനിക്കറിയില്ല. ആദ്യം പൂത്തിട്ട് കംപ്ലീറ്റ് പോയി. ഇപ്പം ഇത് രണ്ടാമത് വീണ്ടും പൂത്ത് കണ്ടോ നിൽക്കുക. ഇത് തായ്ലൻഡ് മാവാണ് കേട്ടോ. ഇത് 350 റുപ്പീസ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരു 2.5-3 വർഷമായിട്ടുണ്ടാവും കേട്ടോ. കണ്ടോ, ഇവിടെയും നമുക്കൊരു ചെറുനാരകമുണ്ട്. അതിൽ ഒരുപാട് നാരങ്ങ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇത് എൻ്റെ ഉജ്ജ്വല മുളക് കണ്ട, എല്ലാത്തിൻ്റെ ഇതൊക്കെ പോയിട്ട് ഒരുപാടുണ്ടായി. ഇത് തന്നെ മുളച്ചൊരു മാവിൻ്റെ തൈയാണ് കേട്ടോ. മൂവാണ്ടൻ മാവാണെന്ന് തോന്നുന്നു. അപ്പം അമ്മക്കുട്ടിക്ക് അത് ഇഷ്ടമായ കാരണം ഞങ്ങളത് അങ്ങനെ നിർത്തിയേക്കാണ്. മാങ്ങ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ഓർത്തു. കേട്ടോ, ഇതും ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വളമൊക്കെ ചെയ്യും. പെട്ടെന്ന് തന്നെ ഇത് കാട് പിടിക്കും കേട്ടോ. ഡ്രമ്മിൻ്റെ ഉള്ളിൽ പുല്ല് നിറഞ്ഞ് കാട് പോലത്തെ അവസ്ഥയാവും. ഇത് ഞങ്ങളുടെ ഓറഞ്ച് ആണ് കേട്ടോ. ഇത് ഉണ്ടായിട്ടില്ല. ഇത് നോക്കിയേ, ഇതാണ് പിന്നെ ഇനി കാണിക്കാനുള്ളത്. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ എന്താ പറയുക, ആപ്പിൾ ചാമ്പയാണ് കേട്ടോ. അപ്പം ഇത് ആപ്പിൾ ചാമ്പ കണ്ടോ, ഇഷ്ടംമാരെ കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ പുഴുവാണ് കേട്ടോ നിറയെ. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞത് പുഴുവാണ്. വലിയ മരമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നിറയെ കായ്ച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് വെട്ടിക്കളയണേ.
അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ കണ്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം കിളി കൊത്താണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ ഇവിടെ ഒരു ബഹളാണ് കിളിയുടെ. ഇത് കണ്ടോ ഒക്കെ കൊത്തിയിട്ടേക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഞങ്ങളുടെ ചെടി നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം പിന്നെ അതേ ആ മാവ് കണ്ടോ, എന്ത് വലിയ മാവാണെന്നറിയോ. വീട്ടിലേക്ക് ഈ പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ നമുക്കിത് ഒരു ഫ്രീ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല കേട്ടോ. ഇത് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ചെടിയൊക്കെ വാങ്ങണ നഴ്സറി അല്ല, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് നഴ്സറി എന്നല്ല, കൃഷിഭവനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെ അൽഫോൺസ ബാങ്ക് ഒന്നും പറഞ്ഞ് വാങ്ങിയതാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ലൈനിലേക്ക് വന്നൊരു കൊമ്പ് രാജേഷ് വെട്ടി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മിക്കവാറും ഇത് വെട്ടിക്കളയേണ്ട അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു, ഉണ്ടാവുന്നില്ല. ഇത് കണ്ടോ, ഓറഞ്ച് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നോക്കി, ഇവിടെ ഉണ്ട്, ദേ കണ്ടോ, ഇവിടെ ഉണ്ട്, ദേ ഇവിടെ ഉണ്ട്, കണ്ടോ ഇത് കിലോ പേരയാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ടായിട്ടുണ്ട്. കണ്ടോ, അതെ കണ്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഇടയ്ക്ക് വലുതാവുമ്പോൾ ഞങ്ങൾ കഴിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടംമാതിരി പേരക്ക ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റാണ്. റെഡ് കളറാണ് ഉള്ളിൽ, വലിയ പേരക്കയാണ്. അങ്ങനെ പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. ഇതൊരു പേരയാണ്, മുന്തിരി പേരാന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെ ഇതിൽ ഒരു രണ്ടെട്ടം പൂട്ടെങ്കിലും ഉണ്ടായിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ തോട്ടത്തിലെ മഹാറാണി. ഇത് അമ്മുവിൻ്റെ ചെടിയാണ്, അമ്മു എനിക്ക് തന്നതാണ്. പക്ഷേ ഇത് നോക്കിയാൽ ഇവിടെ എന്ത് സുന്ദരിയാണെന്നറിയോ, ഉഷമല്ലരി. ഇവിടെ എല്ലാ ദിവസവും നിറയെ പൂവാണ് കേട്ടോ. ഒരു കവറിലാണ് നിന്നിരുന്നത്. ഞാൻ അവൾക്ക് ചട്ടിയിലേക്ക് പ്രമോഷൻ കൊടുത്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്നും പോവാം. അപ്പം നമ്മുടെ രാജകുമാരിയെ ഗവനിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് വാങ്ങിയ 2 ടൈപ്പ് മുല്ലയാണ്. രണ്ടും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അടീനിയം വളർത്താനുള്ളൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷെ സക്സസ് ആയില്ല അങ്ങോട്ട്. കണ്ടോ, വലിയ ഗുണമായിട്ടില്ല. അപ്പം ഇനി ഞാൻ കുറച്ചും കൂടി വാങ്ങണം. പിന്നെ നഴ്സറി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അടീനിയം വാങ്ങാനായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ചന്ദ്രമായി തന്ന മുളകാണ് കേട്ടോ, വയലറ്റ് മുളക്. ഇത് രണ്ടും ഞാൻ നട്ടിട്ടുണ്ട്. ഏകദേശം പിടിച്ചു എന്ന് തോന്നണം കേട്ടോ, പാട്ടുമില്ല. പിന്നെ ഇത് നോക്കിയേ, ഇതെൻ്റെ കറിവേപ്പിലയാണ്. പക്ഷെ നന്നായിട്ട് നിന്നിരുന്നു. പക്ഷെ എന്ത് പറ്റിയാവോ, ഇപ്പോൾ ഒരു ചെറിയൊരു വാട്ടം പോലെ ഉണ്ട്. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, അതിൻ്റെ ഒരു വാട്ടമുണ്ട് മുളകിനൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇതൊക്കെയാണ് കേട്ടോ. രണ്ടേ പുല്ലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചതാണ്. അതൊക്കെ വീണ്ടും പുല്ലായി തുടങ്ങി. വളം ഇടണം, പറിക്കണം. ഇവിടെ കുറച്ച് മണ്ണുണ്ട് നടാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ടെറസിൻ്റെ മുകളിലെ കാഴ്ചകൾ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. പക്ഷെ കുറച്ചും കൂടി പൂവും ഒക്കെ ഉണ്ടാവണ ചെടി ഒക്കെ നട്ട് ഗാർഡൻ നല്ല സൂപ്പറാക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോൾ ചെടിയൊക്കെ നടാൻ ഭയങ്കര മടിയതാണ്. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, നമ്മുടെ കണ്ട പപ്പായ ഉണ്ട്. നമുക്ക് തോരനൊക്കെ വെക്കാം. പപ്പായ ഞാൻ എളുപ്പത്തിന് ഓടി വന്ന് പപ്പായ പൊട്ടിക്കും. പിന്നെന്താ, കോവയ്ക്ക പൊട്ടിക്കും, വേപ്പിലെടുക്കും. ഇതിനൊക്കെ എല്ലാ ദിവസവും ഞാനിവിടെ വരണതാണ്. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ചെടിയിടാനുള്ള മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇനി എന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും ചായ കുടിച്ചാൽ എല്ലാവരും, എനിക്ക് വൈകുന്നേരം ചായ കുടിക്കണ ഒരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല. മുകളിലൊന്നും നോക്കിയതാണ് വന്നെങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്താ പറയുക, മുകളിലെ എൻ്റെ പൂന്തോട്ടം ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.